പൈവളിയെ പെരിപ്പതാവ് മുളികത്തെ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഉപ്പളയിൽ നിന്നും കർണാടകയിലേക്കും തിരിച്ചും ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡിനെയാണ് അധികൃതർ അവഗണിക്കുന്നത്. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. പൈവളികെ പഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നാണ് പെരിപ്പതാവ് മുളികത്തെ റോഡ്. ഉപ്പളയിൽ നിന്നും കർണാടകയിലെ പുത്തൂരിലേക്ക് എത്താനുള്ള എളുപ്പ വഴി കൂടിയാണിത്. ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമാകുന്നു. എല്ലാ മഴക്കാലത്തും ഈ ദുരിതപൂർണമായ പാത താണ്ടിയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുന്നത്. പഞ്ചായത്തിനും മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും നിരവധി തവണ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെയും സംഘടനയുടെയും നേതൃത്വത്തിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയായും ഇവരാരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വലിയ ഗർത്തങ്ങളുള്ള റോഡിൽ മഴ കൂടി പെയ്തതോടെ കുഴികൾ കാണാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. ഇതിപ്പോ ഈ മഴ വന്നിട്ടുണ്ടല്ലേ, ഇതിങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നു. കെട്ടി നിന്നാൽ ഇത് കുണ്ടറിയില്ല, ഇത് ടർന്നല്ലേ. ഈ ടർന്നുണ്ടാകുമ്പോൾ ഇത് ഭയങ്കര ഒരു ഡേഞ്ചർ സംഭവമാണ്. മഴക്കാലത്ത് ഇതിപ്പോൾ 5 വർഷമായില്ലേ ഇവിടെ ഡാമറിട്ട്. 5 വർഷത്തിൽ പിന്നെ ഇത് മഴ എപ്പോൾ നിന്നാലും ഇവിടെ ഇങ്ങനെ വെള്ളം നിൽക്കും, ഭയങ്കര കുണ്ടാവും. ഇത് കഴിഞ്ഞ നാട്ടിൽ കുറച്ച് മണ്ണെല്ലാം ഇട്ട് ശരിയാക്കി വെക്കാം. ഇപ്പോൾ ഈ അതേപോലെ മയക്കിപ്പോൾ അതേപോലെ ആയിട്ടുണ്ട്. ബായാർ, കൈക്കമ്പ തുടങ്ങി കേരളത്തിലെയും കർണാടകയിലെയും ഉൾപ്രദേശങ്ങളിലുള്ളവർ പ്രധാനമായും ആശ്രയിക്കുന്ന പാതയാണിത്. 20ഓളം ബസ്സുകൾ നിലവിൽ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ മഴ ശക്തമായതോടെ തീർത്തും ദുർഘടമായ ഈ റോഡിലൂടെയുള്ള സർവീസ് നിർത്താനുള്ള ആലോചനയിലാണ് പല ബസ് ഉടമകളും. വിദ്യാഭ്യാസത്തിനായും ആശുപത്രി ആവശ്യത്തിനായും ജോലിക്കായും കർണാടകയെ ആശ്രയിക്കുന്ന നിരവധി ജനങ്ങളാണ് ദിവസേന ഈ ദുരിതമായ പാത താണ്ടുന്നത്. എത്രയും പെട്ടെന്ന് റോഡ് ടാറിംഗ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് കാൽനട യാത്രക്കാരുൾപ്പെടെയുള്ളവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.